ഒരു ഉടുപ്പ് മേടിച്ചു കൊടുക്കാന്നേ, കൊച്ചുടുപ്പ്. പഠിക്കാൻ ആകാശത്തൊരു നക്ഷത്രം തെളിഞ്ഞു. ആ നക്ഷത്രം നോക്കി രാജാക്കന്മാർ വന്നു. അപ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. ഇഷ്ടമായോ? ടീച്ചറിന് ഇഷ്ടമായി. എൻ്റെ മക്കളല്ലേ, ഈശോയുടെ മക്കളല്ലേ. ഞങ്ങളോടൊത്ത് വസിച്ചാലും നാഥ ആഹാ, എല്ലാവരും എത്തിയോ? എന്താണ് പാട്ട് പാടുകയാണോ? ഏത് പാട്ട്? ഉണ്ണീശോയുടെ പാട്ടോ? നമ്മൾ ആദ്യ ക്ലാസ്സിൽ പഠിച്ചതല്ലേ. ഉണ്ണിയേശോ കൂടെ വരാമോ? ദേ നേഹൽ നന്നായിട്ട് ആക്ഷൻ കാണിക്കുന്നത് കണ്ടോ. മിസ്സിന് ഇഷ്ടമായി. എല്ലാവരും വാ, ക്ലാസ് തുടങ്ങണ്ടേ. കൈകുപ്പിടിച്ചിരിക്കുന്നേ, വാ. കൈകുപ്പിടിച്ച് കണ്ണടച്ച് നിന്നിട്ട് ക്ലാസ് തുടങ്ങാം. കണ്ണടച്ച് നിന്ന് എല്ലാവരും. ഉണ്ണീശോയെ, ദേ ഞങ്ങൾ നല്ല കുഞ്ഞുമക്കളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. നമുക്കൊന്നിച്ച് കളിക്കുകയും പഠിക്കുകയും ചെയ്യാം അല്ലേ? ഞങ്ങളെല്ലാവരും ഉണ്ണീശോയുടെ കൂടെ ഉണ്ട് കേട്ടോ. ഈശോയെ, ആമേൻ. നമ്മൾ ആരെക്കുറിച്ചാ പഠിച്ചുകൊണ്ടിരുന്നത്? ആരെക്കുറിച്ചാ? ഉണ്ണിയെക്കുറിച്ച് അല്ലേ? ഉണ്ണിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? എന്തെന്നായിരുന്നു പറഞ്ഞു? ഉണ്ണി ആരാണെന്നാണ് പറഞ്ഞത്? എന്തായിരുന്നു നമ്മുടെ വചനം? എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വചനം? എന്തായിരുന്നു? ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു അല്ലേ? ആര്? കർത്താവായ ക്രിസ്തു. കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നല്ലേ? നിങ്ങൾക്കായി എന്താണ് നെഹൽ? എന്താണ്? അത് തന്നെ, രക്ഷകൻ അല്ലേ? നിങ്ങൾക്കായി ഒരു രക്ഷകൻ. അപ്പോൾ ദൈവം എന്താ ചെയ്തത്? ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്താണ് ചെയ്തത്? ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലേ? അപ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ചു. കർത്താവായ ക്രിസ്തു ആരാണെന്ന് പറഞ്ഞ്? രക്ഷകൻ അല്ലേ? രക്ഷകനായി ഭൂമിയിൽ അവതരിച്ചതാണ് കർത്താവായ ക്രിസ്തു അല്ലേ? അപ്പോൾ ക്രിസ്തുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഉണ്ണീശോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഒന്നും കൂടി ടീച്ചർ ചോദിക്കുവാണേ, എവിടെയാ ജനിച്ചത്? സോഫിയ, കറക്റ്റാണ്. കറക്റ്റ്, അത് തന്നെ, ദാവീദിൻ്റെ പട്ടണത്തിൽ അല്ലേ? ബത്ലഹേമിൽ അല്ലേ? എവിടെയാണ്? പുൽക്കൂട്ടിൽ അല്ലേ? പുൽക്കൂട്ടിൽ ജനിച്ച ഉണ്ണീശോ നമുക്ക് എന്ത് മാതൃകയാണ് കാണിച്ചു തന്നത്? എളിമയുടെ മാതൃക അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു കാര്യം ചോദിക്കാൻ പോവാണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, 100 രൂപയുടെ കാറ് വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ അതൊരു കുഞ്ഞിക്കാറ് വാങ്ങിക്കുമെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞില്ലേ? അത് തന്നെ. അപ്പോൾ ബാക്കിയുള്ള പൈസ നമ്മൾ എന്ത് ചെയ്യും? പറ. എന്ത് ചെയ്യും? എടാ കൂട്ടുകാരാ, നീ എടുത്തോ, എനിക്ക് ഒരു കുഞ്ഞിക്കാറ് മതി, ഒരു കാറ് നീയും മേടിച്ചൊന്ന് മണി കൊടുക്കുമോ? നമ്മുടെ ചുറ്റും ഒരു ഭക്ഷണം കഴിക്കാത്ത ഒരാളോ അല്ലേ, ആരെങ്കിലും നമ്മുടെ ചുറ്റും ഉണ്ടാകും അല്ലേ? അവർക്കത് കൊടുത്ത് അവർക്കൊരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം അല്ലേ? വസ്ത്രമില്ലാത്ത നമ്മുടെ കൂട്ടുകാരുണ്ടാവും അല്ലേ? അവർക്ക് ഒരു ഉടുപ്പ് മേടിച്ചു കൊടുക്കാന്നേ, കൊച്ചുടുപ്പ്. പഠിക്കാൻ പുസ്തകമോ അല്ല പെൻസിലോ വാങ്ങിക്കാൻ പറ്റാത്ത കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാകും. അവർക്കൊരു കൊച്ചു പുസ്തകമോ ഒരു കൊച്ചു പെൻസിലോ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലേ? അപ്പോഴാണ് എളിമ എന്താണെന്ന് കറക്റ്റ് ആകുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഒരു 20 രൂപയുടെ കൊച്ചു കാറ് വാങ്ങിച്ചിട്ട് ബാക്കി 80 രൂപ എന്ത് ചെയ്യും? നമ്മൾ പെട്ടിയിലിട്ട് പൂട്ടി വയ്ക്കും അല്ലേ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അത് എളിമയാവില്ല. ഒരാൾക്ക് കൂടി അത് കൊടുക്കുമ്പോൾ, അതുകൊണ്ടൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എളിമയുള്ളവരായി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ക്രിസ്മസ് ഉണ്ണീശോ പിറന്നു, ഉണ്ണീശോയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. ഉണ്ണീശോയെ കാണാൻ രാജാക്കന്മാർ വന്നു, കാഴ്ച സമർപ്പിച്ചു. എന്തൊക്കെ കാഴ്ചയാണ് കൊടുത്തത്? ഉണ്ണിക്കുട്ടൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തതേ, പൊന്നും മീറയും കുന്തിരിക്കവും അല്ലേ?
അപ്പോൾ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഈശോയ്ക്ക് ഒരു സമ്മാനം കൊടുക്കും, കൊച്ചു കൊച്ചു നല്ല കാര്യങ്ങൾ ചെയ്തിട്ടെന്നല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളും കൊച്ചു കൊച്ചു നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈശോയ്ക്ക് സമ്മാനമായി കാഴ്ച കൊടുക്കുമെന്ന് പറഞ്ഞല്ലേ. ചെയ്യുന്നുണ്ടോ നല്ല കാര്യങ്ങൾ? ചെയ്യുന്നുണ്ടല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലേ, കുറേ പേരെല്ലാം പറഞ്ഞു ഞാൻ നല്ല കാര്യം ചെയ്യുന്നു, അമ്മച്ചിക്ക് പച്ചക്കറി കഴുകി കൊടുത്തു, അമ്മാമ്മയ്ക്ക് മരുന്നെടുത്ത് കൊടുത്തു, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഉണ്ണീശോ എളിമയുടെ മാതൃക കാണിച്ചു തന്നു. ഈശോ നമ്മളുടെ രക്ഷകനായി ഭൂമിയിൽ വന്നു, പിതാവായ ദൈവം നമ്മെ സൃഷ്ടിക്കുകയും ചെയ്തു അല്ലേ. അപ്പോൾ പരിശുദ്ധ മറിയത്തിന് മംഗളവാർത്ത പറഞ്ഞു കൊടുത്ത ആരായിരുന്നു? ഗബ്രിയേൽ ദൈവദൂതൻ അല്ലേ. ഗബ്രിയേൽ ദൈവദൂതൻ എവിടെന്നാ വന്നത്? ദൈവത്തിൻ്റെ പക്കൽ നിന്നാ വന്നത്. മംഗളവാർത്ത അറിയിച്ചത് ഗബ്രിയേൽ ദൂതനാ. മെസ്സേജൊക്കെ നമുക്ക് തരുന്നതേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കണം, എൻ്റെ ഈശോയെ ഇടയ്ക്ക് ഗബ്രിയേൽ ദൂതനെ എൻ്റെ അടുത്തേക്കൊന്ന് അയക്കണേ. അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ മാതാവ് കേട്ടിരുന്നത് പോലെ അല്ലേ പ്രാർത്ഥിച്ചത്. എങ്ങനെയാ? പറയുക മാത്രമല്ല, കേൾക്കുക കൂടി ചെയ്യുമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? പ്രാർത്ഥിക്കുമ്പോൾ പറയുക മാത്രമല്ല, കേൾക്കുക കൂടി ചെയ്യണം അല്ലേ. ദൈവവുമായി സ്നേഹ സംഭാഷണം അല്ലേ, സ്നേഹ സംഭാഷണം വേണം അല്ലേ. അപ്പോൾ ഉണ്ണീശോ പിറന്നു, ദൈവത്തിൻ്റെ പുത്രനായ യേശു നമുക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ചു. ഭൂമിയിൽ ജനിച്ചപ്പോൾ ആകാശത്തൊരു നക്ഷത്രം തെളിഞ്ഞു. ആ നക്ഷത്രം നോക്കി രാജാക്കന്മാർ വന്നു, ഉണ്ണിയെ കാണാൻ ആട്ടിടയന്മാർ വന്നു. ആട്ടിടയന്മാർ വന്നപ്പോൾ ഒരു മാലാഖ ചെന്ന് അവർക്കൊരു സന്ദേശം കൊടുത്തു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അതായിരുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വചനം, പഠിക്കാനുള്ള വചനം അല്ലേ. അത് പഠിച്ചല്ലോ അല്ലേ. അതെ, ഇമ്മാനുവൽ പറയുന്നു. കറക്റ്റാണ് ഇമ്മാനുവൽ പറയുന്നത്, ശരിയാ. അത് തന്നെ ഏട്ടാ, നന്നായിട്ടുണ്ട് കേട്ടാ. മിസ് വിചാരിച്ചില്ല ഇത്രയും വലിയ വചനമാകുമ്പോൾ നിങ്ങൾ പഠിക്കുവാന്ന്. എല്ലാം ഈസി അല്ലേ അല്ലേ. ഉണ്ണീശോയെ കുറിച്ചല്ലേ പഠിക്കും നമ്മൾ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും അല്ലേ. എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും, പുൽക്കൂട് ഉണ്ടാക്കും അല്ലേ. പുൽക്കൂട്ടിൽ ഉണ്ണീശോ ഉണ്ടാകും, മാതാവ്, യൗസപിതാവ് ഇതെല്ലാം വെക്കും. പിന്നെ നമ്മൾ ബിരിയാണി വെക്കും, വെള്ളയപ്പം ഉണ്ടാക്കും, പുത്തനുടുപ്പ് മേടിക്കും, കറങ്ങാൻ പോകും. അപ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. ഉണ്ണീശോ നമുക്ക് കാണിച്ചു തന്നത് എളിമയുടെ മാതൃകയാണ്. നമ്മുടെ വീടിൻ്റെ ചുറ്റും ആരേലും ഭക്ഷണമോ വല്ലതൊക്കെ കഴിക്കാതെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണേ. നമ്മുടെ കൂട്ടുകാരാരെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാതെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണേ. അപ്പോഴല്ലേ നമ്മൾ എളിമ എന്താണെന്ന് പഠിക്കൂ. അപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞു, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 28ാമത്തെ പേജിൽ ഒരു ഉണ്ണീശോയുടെ ചിത്രം കൊടുത്തിട്ടുണ്ടേ. ആ ചിത്രം നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉണ്ണീശോയ്ക്ക് എന്ത് നിറാ? നല്ല ഭംഗിയുള്ള ഉണ്ണീശോ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ നിറം കൊടുക്കണേ. വേറൊരു കാര്യം കൂടിയുണ്ട്. അതേപോലെ തന്നെ 27ാമത്തെ പേജിലുണ്ട്, ക്രിസ്മസിൻ്റെ ദിവസം നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട്. ആരെഴുതും? അമ്മച്ചിയെ കൊണ്ട് എഴുതിക്കരുതേ. നിങ്ങളുടെ അമ്മച്ചിയോട് ഒരു പേപ്പറിൽ എഴുതി തരാൻ പറയണം. എന്നിട്ട് അത് നോക്കിയിട്ട് ഇവിടെ എഴുതണം. എഴുതൂല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ണീശോയുടെ ഒരു പാട്ട് കൂടി പഠിച്ചാലോ. എപ്പോഴും നമ്മൾ എന്താ ചെയ്യാറ്? ടീച്ചർ പാടിത്തരും, ആക്ഷൻ സോങ് കാണിക്കും. ഇന്ന് നമുക്ക് നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഡാൻസ് ചെയ്യാം. ചെയ്ത് നോക്കിയാലോ? ചെയ്യട്ടെ. എല്ലാവരും കൂടെ കളിക്കുമോ? കളിക്കാതെ ഇരിക്കരുത് കേട്ടോ. എല്ലാവരും എഴുന്നേറ്റേക്ക്. നമുക്ക് ആ പാട്ടിട്ടിട്ട് ഒന്ന് ഡാൻസ് ചെയ്ത് നോക്കാം. റെഡിയല്ലേ? നമ്മൾ കാമോദമോ
ആഹാ, എൻ്റെ മക്കളല്ലേ എന്ത് ഭംഗിയായിട്ടാ ഡാൻസ് ചെയ്തത്. ആക്ഷൻ സോങ് നല്ല ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായോ? ടീച്ചറിന് ഇഷ്ടമായി. എൻ്റെ മക്കളല്ലേ, ഈശോയുടെ മക്കളല്ലേ, നിങ്ങൾ എന്ത് ചെയ്താലും നല്ല ഭംഗിയുണ്ടാകും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞാലോ? ഒന്ന് എഴുന്നേറ്റ് ഇന്ന് കൈകൂപ്പി പിടിച്ചെന്നേ. ആ, ബഹളം വെക്കാതെ എഴുന്നേറ്റ് ഇന്ന് കൈകൂപ്പി പിടിക്ക്. കൈകൂപ്പി പിടിച്ചോ? കണ്ണടച്ചേ ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉണ്ണീശോയെ, ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും സ്നേഹിക്കാനും എല്ലാവരോടും സ്നേഹത്തോടെ ആയിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എല്ലാവരും ഈശോയുടെ നല്ല മക്കളാണല്ലേ? അപ്പോൾ ഇന്ന് പ്രവർത്തനം എന്തായിരുന്നു ഉണ്ടായിരുന്നു? നമുക്ക് കളർ ചെയ്യണം, എഴുതുകയും ചെയ്യണം. എന്നിട്ട് ചുമ്മാ എഴുതി കളർ ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? അതുമാത്രം പോരാ, നമുക്ക് ക്രിസ്മസ് കാർഡുകളൊക്കെ കിട്ടില്ലേ? ആ കാർഡുകളിൽ നിന്നൊക്കെ ഉണ്ണീശോയൊക്കെ ഒന്ന് വെട്ടി ഒരു ചെറിയൊരു പേപ്പറിലാക്കിയിട്ട് നിങ്ങളുടെ ക്ലാസ് എടുക്കണ ടീച്ചറിനൊന്ന് കാണിച്ചു കൊടുക്കുന്നേ. ടീച്ചറിന് സന്തോഷമാവും. എല്ലാവരും ചെയ്യില്ലേ? എല്ലാവരും ഈശോയുടെ നല്ല മക്കളായിട്ടിരിക്കുക, ഈശോയുടെ സ്നേഹമുള്ള മക്കളായിട്ടിരിക്കുക, ഉണ്ണീശോയോട് കൂടെ ആയിരിക്കുക. എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.